ഉമ്മാന്റെ മുഖത്ത് നോക്കിയിട്ട് കാലത്രയായി, പാപ്പാന്റെ കൈ പിടിച്ചിട്ട് കാലത്രയായി. ഉമ്മാന്റെ രണ്ട് കണ്ടടങ്ങൾക്കിടയിൽ ഒരൊറ്റ വട്ടം ചുംബനം കൊടുത്താൽ നിങ്ങളും മഖബൂലും മബ്റൂറുമായ ഒരു ഹജ്ജ് നിർവഹിച്ച കൂലി കിട്ടുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. കഅബാലയത്തിന്റെ കില്ല പിടിച്ച് ചുംബിക്കുന്നതിന് തുല്യമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. നല്ല സ്നേഹത്തോടെ ഉമ്മാന്റെ മുഖത്ത് വാപ്പാന്റെ മുഖത്ത് ഒരൊറ്റ തവണ നോക്കിയാൽ നദറ റഹ്മ, കാരുണ്യത്തോടുകൂടെയാവണം. ഒരൊറ്റ തവണക്ക് ഒരു ഹജ്ജ് ചെയ്ത കൂലി കിട്ടുമെന്ന് സ്വഹാബ പറയുമ്പോ, നബിതങ്ങള് പറയുമ്പോ മുത്തുനിബിതങ്ങളോട് ചോദിക്കുകയാണ്, നബിയെ 10 വട്ടം നോക്കിയാലോ, 100 വട്ടം നോക്കിയാലോ, 1000 വട്ടം നോക്കിയാലോ? ഉടനെ തന്നെ റസൂലുള്ളാഹി പറയാണ്, 1,00,000 തവണ നോക്കിയാലും 1,00,000 തവണ ഹജ്ജ് ചെയ്ത കൂലി നിന്റെ ഉമ്മാന്റെ മുഖത്ത് നോക്കിയാ കിട്ടും. ഇത് കഫംപുടയില് ഉമ്മാനെ കെട്ടിപ്പൊതിഞ്ഞിട്ട് നോക്കാനുള്ള നോട്ടമല്ല. ജീവിച്ചിരിക്കുമ്പൊന്നും നോക്കിയേക്ക്. ഭക്ഷണം കഴിക്കുമ്പോഴും വർത്തമാനം പറയുമ്പോഴും നമ്മുടെ കണ്ണ് മുഴുവനും മൊബൈലിലാണ്, മറ്റേതെങ്കിലും ചിന്തയിലാണ്. നിന്റെ വീട്ടിലുള്ള 2 സ്വർഗം നഷ്ടപ്പെടുന്നതിന് മുമ്പ് പരമാവധി ഉപയോഗപ്പെടുത്തിക്കോളൂ, പൊരുത്തപ്പെടിച്ചോളൂ. അവരെ പൊരുത്തക്കേടുണ്ടെങ്കിൽ ഒരു കാലത്തും നമ്മളെ ഗുണം പിടിക്കൂല.